സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള പുതിയൊരു വാർത്തയാണ്. സിനിമാ സെറ്റിൽ ശ്രീനാഥ് ഭാസി എന്ന നടൻ നിരന്തരം ലഹരി ആവശ്യപ്പെട്ടുവെന്ന വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് ഹസീബ് മലബാർ. നമുക്ക് കോടതിയിൽ കാണാം സിനിമയുടെ ലൊക്കേഷനിലാണ് ഈ സംഭവം നടന്നത്. പുലർച്ചെ ഫോണിൽ വിളിച്ച് കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ഹസീബ് പറയുന്നു. ഹസീബ് മലബാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഹസീബ്, എന്താണ് ശ്രീനാഥ് ഭാസി സെറ്റിൽ ആവശ്യപ്പെട്ടത്? എന്നായിരുന്നു ഈ സംഭവം നടന്നത്? എനിക്കിപ്പോ കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ യാദൃശ്ചികമായിട്ട് ഇപ്പം ഞാൻ പോസ്റ്റ് ഇട്ടെന്നാണ്. ഡേറ്റ് എനിക്ക് എന്റെ ഇതെല്ലാം നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇത് ചോദിച്ചത് ലൊക്കേഷൻ രാത്രി ഒരു 2:45 ആയപ്പോൾ ഞാൻ ഏൽപ്പിച്ച ഒരു പയ്യന്റെ അടുത്തേക്കാണ്. പുള്ളിയുടെ വിളിച്ച് ഇന്നലെ സാധനം ആവശ്യപ്പെട്ടു. അവന് അപ്പൊ തന്നെ ഒരു 3 മണിയായപ്പോ 2:50 ആയപ്പോ എന്നെ വിളിച്ചു. ഇങ്ങനെ പോലെ ബാസി ഈ സാധനം എന്ത് വേണമെന്നാ പറയണത്, ഇച്ചിരി പ്രശ്നത്തിലാട്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എന്ത് വർത്താനെ പറഞ്ഞു, നമുക്ക് ഇതിന്റെ പരിപാടിയായിട്ട് ഇതിന്റെ പറയാൻ എനിക്കാണ് നേരമില്ല, നീ ഒരു പണി ചെയ്യേ, അവനെ ചൊടിപ്പിക്കണ്ട, ചൊടിപ്പിച്ചാൽ പിറ്റേ ദിവസം ലൊക്കേഷനിൽ വരില്ല, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിരിച്ച് വിളിച്ച് ഞാൻ കുറെ നോക്കി കിട്ടിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് അന്ന് അവസാനിപ്പിച്ച് പിറ്റേ ദിവസം പിറ്റേ ദിവസം വന്നിട്ടുമില്ല ലൊക്കേഷനിലേക്ക്. പിന്നെ ലൊക്കേഷനിലേ വന്നില്ലേ? അതോ പിറ്റേ ദിവസം ഷൂട്ട് മുടങ്ങിപ്പോയി, വന്നിട്ടില്ല. അല്ല, അത് കഴിഞ്ഞ് വരും ദിവസങ്ങളിലോ അതിനുശേഷമുള്ള ദിവസങ്ങളിലൊക്കെ 35-36 ദിവസം ഡേറ്റ് ഇട്ട ഷെഡ്യൂൾ ഇട്ട സിനിമ ഏകദേശം 110 ദിവസം കൊണ്ടൊക്കെയാണ് തീർന്നത്. എന്ന് വെച്ചാൽ 110 ദിവസം ഷൂട്ട് നടന്നു എന്നല്ല, ഒരു ദിവസവും വരില്ല. അപ്പോൾ ഈ ശ്രീനാഥ് ഭാസിയുടെ ഈ കുഴപ്പം കൊണ്ട് സിനിമ ഷൂട്ട് മുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അല്ലേ? ഒരു സാഹചര്യം ഒന്നല്ല. അതിന്റെ ഇടയ്ക്ക് 5 ദിവസം ഗ്യാപ്പ് ചോദിച്ച്, അതായത് ജൂൺ 23 23-ാം തീയതി പറഞ്ഞു UK പോകണം, 25-ാം തീയതി പോവും, 30-ാം തീയതി തിരിച്ചു വരും, 1-ാം തീയതി ജോയിൻ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. 5 ദിവസത്തെ ഗ്യാപ്പാണ് ചോദിച്ചത്. 58 ദിവസം കഴിഞ്ഞാണ് പുള്ളി തിരിച്ചു വന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കോളിൽ കണക്ട് ചെയ്യും, ചോദിക്കും എപ്പോഴാ വരുന്നത്, ഓരോ ഡേറ്റ് പറയും. ആ ഡേറ്റിൽ നമ്മളിപ്പം വരുന്നിട്ട് തുടങ്ങണേലും മുന്നേ ഒരു പാടാണല്ലോ എന്ന് ഓർത്ത് 2 ദിവസം മുന്നേ ഞങ്ങൾ തുടങ്ങും. ആ ഡേറ്റ് ആകുമ്പോഴും വരില്ല. പിന്നെയും വിളിച്ചു ചോദിക്കും, നാളെ വരും മറ്റന്നാൾ വരും, വരില്ല. അങ്ങനെ ഒരു 3-4 ദിവസം തള്ളി നീക്കിക്കൊണ്ട് പോകും, നിർത്തും. ഇങ്ങനെ ഒരു 4-5 തവണ അങ്ങനെ ഷെഡ്യൂൾ ആക്കിയിട്ടുണ്ട്. പിന്നെ വന്നത് 58 ദിവസം കഴിഞ്ഞാണ്. ഇതിന്റെ ഇടയ്ക്കാണ് ആലപ്പുഴയിൽ ഒരു ടർഫിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഡേറ്റ് അവിടെയും 2 പ്രാവശ്യം മാറ്റിയോണ്ട് അവിടെ അവർ വലിയ വിഷയം കേസിന് പോകുന്നു പറഞ്ഞ് ഇവൻ എന്നെ വിളിച്ചു. ആ ക്യാഷ് ഞാനാണ് ആലപ്പുഴയ്ക്ക് 5 ലക്ഷം രൂപ അവർക്ക് സെറ്റിൽ ചെയ്ത് കൊടുത്തത്. എന്റെ അക്കൗണ്ടിൽ നിന്നാണ് അയച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ അയച്ചു കൊടുത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ അതൊരു UK പോയി ഒരു 10-20 ദിവസം കഴിഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയെങ്കിലും പെട്ടെന്ന് വരട്ടെന്ന് ഓർത്തു. പക്ഷെ എന്നിട്ടും അവനൊരു 10-35 ദിവസം കഴിഞ്ഞാ വന്നത്. ഒരുപാട് സാമ്പത്തിക നഷ്ടവും അത് ഇവനായിട്ട് ആ സിനിമയ്ക്ക് ഉണ്ടാക്കി വെച്ചു. ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. റിലീസ് ചെയ്യാൻ ഒരുപാട് ഡേറ്റ് മാറ്റി, കാരണം ഡബ്ബ കാര്യങ്ങളെല്ലാം തീർക്കാൻ പാടുപെട്ടു. ഇനിയിപ്പോൾ അടുത്ത മാസം ഒന്ന് റിലീസ് ചെയ്യണമെന്നുണ്ട്. എങ്ങനെയാവും എനിക്കറിയില്ല. ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണോ സെറ്റിൽ വന്നിരുന്നത്? അവിടെ മിക്കവാറും അവൻ ക്യാരമുണ്ട് ഈ പരിപാടിയായിട്ടായിരിക്കും. കാരണം സമയത്ത് ഇറങ്ങി വരുന്നില്ല. അവന്റെ മൂഡ് നോക്കി, അവന്റെ സമയം നോക്കി അവൻ ഇറങ്ങി വരുവുള്ളൂ അഭിനയിക്കാനായിട്ട്. സീനിയർ താരങ്ങൾ കുറച്ച് പേരുണ്ട്, അവരൊക്കെ ഇവന്റെ സമയം നോക്കി വായും വിളിച്ചിരിക്കണം. എല്ലാ ദിവസവും ഏകദേശം ഒരു 12-1 മണിക്കാണ്, ഒരു 8 മണിക്ക് ആ സമയത്തൊക്കെ തീർന്ന സാധനം അടുത്ത പാറ്റയും കൂടി പകുതി കൊടുത്തൊക്കെയാണ് സിനിമ തീർത്തത്. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഇവന്റെ സമയം നോക്കി നമ്മൾ ഇരിക്കണം. ഹസീബ്, ഇത് സെറ്റിൽ എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്ന് അന്വേഷിച്ചില്ലേ താങ്കൾ? സെറ്റിലേക്ക് അങ്ങനെ പുറമേ നിന്ന് ആരും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ 10-30 തന്നെ 10-90 പേരുണ്ടല്ലോ. അപ്പൊ ഇത് പിന്നെ കാണാനും ആൾക്കാരുണ്ട്. പിന്നെ ആരാ ഇവന്റെ അടുത്ത് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ എന്റെ ക്യാരവണിൽ നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ കാരവനിൽ ഇരുന്ന് ഇത് ഉപയോഗിക്കാറുണ്ട്, ലഹരി ഉപയോഗിക്കാറുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പൊ പറയണ എന്താ കുഴപ്പം? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ? സെറ്റിൽ പലർക്കും അറിയാവുന്ന കാര്യമാണോ? എല്ലാ ലൊക്കേഷനിലും എല്ലാ പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടർമാർക്കും അറിയാം. പക്ഷെ ഈ പരിപാടി എന്താ വെച്ചാൽ ഇത് എങ്ങനെയും തുടങ്ങിപ്പോയി തീർക്കണം. ഇത്രയും രൂപ മുടക്കി ഓരോരുത്തർ നിൽക്കണില്ല. അതുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇഷ്ടം പോലെ ആൾക്കാർ പിന്നെ പറയാം, അടുത്ത ഡേറ്റും ചോദിച്ചോണ്ട്. പിന്നെ ആരെന്ത് പറയാൻ? എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസമേ ഇങ്ങനെ ഈ കഞ്ചാവ് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞുള്ളൂ? രാത്രി 3 മണിക്ക് വിളിച്ചിട്ട് ഒരു ദിവസം നമ്മളോട് ഒരു ദിവസം പറഞ്ഞിട്ടുള്ളൂ.
അത് അല്ല, ഈ സെറ്റിലെ മറ്റ് അസിസ്റ്റൻസിനോടൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിരുന്നോ താങ്കളോട് വേറെ ദിവസങ്ങളിലൊക്കെ? ഇല്ലല്ല, അസിസ്റ്റൻസിനോടൊന്നും ചോദിച്ചായിട്ട് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിലും പറയില്ല, എങ്ങനെ നമ്മളോട് പറയണം? എന്നോട് പറഞ്ഞിട്ടില്ല. ഈ ഒരു ദിവസത്തെ സംഭവം എനിക്കറിയാം. പിന്നെ ഈ കാരവണിലുള്ള സംഭവങ്ങൾ അറിയാം, എല്ലാവരും പറഞ്ഞു കേട്ടുള്ള ഇതുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് കയറിയൊന്നും ചെക്ക് ചെയ്യാൻ പോയിട്ടൊന്നുമില്ല. ആരോടും പരാതിയും പറഞ്ഞിട്ടില്ല അല്ലെ? സംഘടനകളിലും പരാതിപ്പെട്ടിട്ടില്ലല്ലോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഷൂട്ട് മുടങ്ങിയ ഈ പൈസ മുഴുവൻ പോലും ഇത് എങ്ങനെയും ഒന്ന് തീർത്ത് കൊണ്ടുവരണ്ടേ? എന്റെ ഡെപ്പം തീർത്ത് ഇതൊന്നും പെട്ടിന്ന് ചാടിക്കണ്ടേ? ഇത്രയും രൂപ മുടക്കണ്ടല്ലേ? നമ്മൾ ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് തീർന്നു, പടം തീർന്നോ? തീർന്നു. ഇനിയിപ്പോ അടുത്ത മാസം റിലീസിന് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാനിത് ഇതൊന്നും ഇട്ട എന്നാന്ന് വെച്ചാൽ, ഇന്നത്തെ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ചുമ്മാ ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഞാനിപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഫേസ്ബുക്ക് കമന്റ് ഇട്ടാലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ അടിയിൽ വന്നേച്ചാൽ ആൾക്കാർ കമന്റുകൾ അല്ലെങ്കിൽ ആളുകൾ പറയുന്നത് എന്തായിരിക്കും? ഇവന്റെ പടം ആരും കാണണ്ട, എന്തിനാ ഇവനെ പൊക്കി കൊണ്ടുപോകും? അങ്ങനെ വന്നു കഴിയുമ്പം ഒരു പ്രൊഡ്യൂസർ എന്നുള്ളത് എനിക്ക് തന്നെയല്ലേ നഷ്ടം. പിന്നെ ഞാൻ എന്തിനാ ഇവനെ പൊക്കി പിടിച്ചോണ്ട് കിടക്കുന്നത്? ഞാൻ ആലോചിച്ചിട്ട് ഇട്ടതാണ്. ഇങ്ങനത്തെ ഇനി ഒരു പ്രൊഡ്യൂസർ ഇവന്റെ ചതിക്കുഴി പോയി വീടരുത്. അത്ര ഉപദ്രവം ചെയ്യുന്നു. ഈ ഡബിങ്ങുമായിട്ട് സഹകരിച്ചോ എന്നിട്ട് ഒടുവിൽ? അതിലും ദുരിതമാകും. ഒരുപാട് പാടുപെട്ടാണ് ഡബ് ചെയ്ത്. എന്ത് പറ്റി? വരില്ല. ഡബിങ്ങിന് വരുമ്പോഴും കുഴപ്പമാണോ? ഇങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവോ? എന്റെ മുന്നിൽ അങ്ങനെ ഡബിങ്ങിന്റെ സമയത്ത് ഞാൻ പോയിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ കൺട്രോൾ വിട്ടിയെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോയി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ട് പോലുമില്ല. എങ്ങനെയും തീർക്കുക, അല്ലാതെ പെട്ടുപോയി തീർത്തതാ ഇതേ ഉള്ളൂ. ശ്രീനാഥിന്റെ മുന്നിൽ പോകാൻ പോലും താങ്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു അല്ലേ? അത്രയ്ക്ക് ഞാൻ എന്തെങ്കിലും ചെയ്താൽ അവൻ താഴെ പോകും. കാരണം ഞാനൊരു മനുഷ്യനാണ്, എനിക്കും ബിപിയും പ്രഷറും എല്ലാം ഉണ്ട്. എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും തുറന്ന് പറഞ്ഞു പോയാൽ പിന്നെ അവൻ ആ വഴിക്ക് വരൂ. മിണ്ടിയിട്ടില്ല. ഞാൻ പിന്നെ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. ഇതെങ്ങനെയെങ്കിലും തീർത്തതാ, പെട്ടുപോയി. ഇതൊന്ന് റിലീസ് ചെയ്യണം. ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്തതാണ്. പക്ഷെ ഇതൊന്ന് തീർക്കാൻ എനിക്കത് പറയാൻ വാക്കുകളില്ല. എനിക്ക് അത്ര സങ്കടം വരുന്നത്. ശരി, നിർമ്മാതാവ് ഹസീബ് മലബാറാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ശ്രീനാഥ് ഭാസിയെ കൊണ്ടുണ്ടായ കുഴപ്പങ്ങൾ, സെറ്റിൽ കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പുലർച്ചെ 3 മണിക്കാണ് ആവശ്യപ്പെട്ടത്. അതിനുശേഷം, ഇത് കിട്ടാതെ വന്നതിന് ശേഷം പിന്നീട് 58 ദിവസം ഷൂട്ടിംഗ് സെറ്റിലേക്ക് വന്നില്ല എന്നും ഹസീബ് മലബാർ പറയുകയാണ്. ഇപ്പോൾ സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നതിനിടെയാണ് ഹസീബ് മലബാർ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്.